ഇതാണ് ഡിസ്ട്രസ് സെല്ലിംഗ്. ഡിസ്ട്രസ് സെല്ലിംഗ് ആയാലും മോട്ടി അടയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് വിൽക്കുന്ന ആൾക്കാരില്ല, അതാണ് ഡിസ്ട്രസ് സെല്ലിംഗ് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രസ് സെല്ലിംഗ് പറഞ്ഞാൽ അതിന് NSWയിലുള്ള എണ്ണം 962 ആണ്. വീട് മേടിക്കാൻ അടയ്ക്കാൻ പറ്റാണ്ട് വിൽക്കേണ്ട ആൾക്കാർക്കാണ് ഈ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസ്ട്രസ് കൊണ്ട് വിൽക്കുന്ന, അതാണ് 962 ഹൗസസ് ഉണ്ട്. അത് ആക്ച്വലി കഴിഞ്ഞ മാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ 2.1 താഴേക്കാണ്. ഇയർലി 12% കുറവാണ്. എന്ന് വെച്ചാൽ NSW വിക്ടോറിയ ഈസ് ബെറ്റർ ഓഫ് കമ്പയർ ടു ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ കൊല്ലം ഇതിനേക്കാൾ കൂടുതൽ വീട് വിറ്റാണ്, ഇക്കൊല്ലം 10% താഴേക്കാണ്. ആക്ച്വലി ക്യൂൻസ്ലാൻഡിൽ 10% കൂടുതലാണ്. അവരുടെ ഡിസ്ട്രസ്, കാരണം അവിടെ വില കൂടുതലാണ്. വില കൂടുതലാകുമ്പോൾ ഓൾമോസ്റ്റ് ഡിസ്ട്രസ് വരും. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ 17% കയറിയുടെ, ഏറ്റവും കൂടുതൽ 17%. ദാറ്റ്സ് ബിഗ് നമ്പർ. That's big number compared to South Australia with 31%. പക്ഷെ അവിടെ എണ്ണം എന്നല്ലേ, ഇത് കഴിഞ്ഞ കൊല്ലം വലിയ നമ്പർ ഇല്ലായിരുന്നെങ്കിൽ ഇക്കൊല്ലം വരുന്ന സമയത്ത് 31.4% പറഞ്ഞ, ഞാൻ പറഞ്ഞ മാതിരി കഴിഞ്ഞ 200 പേർക്ക് ഡിസ്ട്രസ് ഉണ്ടായാൽ ഇക്കൊല്ലം 222, അപ്പം 30% കൂടി. ഓക്കെ, അപ്പോൾ വലിയ വലിയ നമ്പറുകളാണ്. ആ ഒരു നമ്പറിന്റെ ഹൈ കോൺഫിഡൻസ് ആണ് പറയുന്നത്. കോൺഫിഡൻസ് കൂടുതലും. ഞാൻ പറയുന്നത് വെച്ചാൽ ബേസിക്കലി വിക്ടോറിയയും NSWയിലും ഡിസ്ട്രസ് സെയിൽസ് ആക്ച്വലി കുറവാണ്. ഡിസ്ട്രസ്ഡ് സെയിൽസ് ആക്ച്വലി കുറവാണ് കമ്പയർ ടു വിക്ടോറിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയ, ACT, NT കുറവാണ്, ടാസ്മാനിയയിലും കുറവാണ്. ആക്ച്വലി വേക്കൻസി റേറ്റ്സ് ഒന്ന് കാണിക്കണേ. ഞാൻ ഫണ്ടമെന്റൽ ആവശ്യങ്ങളാണ് വീടിലെ, അത് വീട് വാടകയ്ക്ക് എടുക്കാൻ വീടില്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, പുതിയ ആൾക്കാർ ഏകദേശം 33% ആൾക്കാർ, അതായത് മൂന്നിലൊരാൾക്ക് വീട് വാടകയ്ക്ക് ആവശ്യമുണ്ട് എപ്പോഴും. കഴിഞ്ഞ കുറെ കാലം വായിച്ചിരുന്നത് മിക്കവാറും 33, 34, 33, 32, 33 എങ്ങനെയാണോ കൃത്യമായിട്ട് വരുന്നത്. വേക്കൻസി റേറ്റ്സ് അല്ല, ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വാടകയ്ക്കുള്ള വേണ്ട ആൾക്കാരുടെ എണ്ണം ഏകദേശം 33% അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ തന്നെ കുറെ കൊല്ലം വാടക താമസിച്ചിട്ടുണ്ട്. വീട് ഉണ്ടായിട്ടും വാടക താമസിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്കൂളിൽ പോയി താമസിക്കും നമ്മൾ, അല്ലെങ്കിൽ ഓഫീസിൽ പോയി താമസിക്കും. അപ്പോൾ വാടക താമസിക്കാൻ നമുക്ക് പേടിയൊന്നുമില്ല. നമ്മളതുകൊണ്ട് വാടകയ്ക്ക് ഇഷ്ടംപോലെ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ 2% താഴെയാണ് സിഡ്നിയിൽ വേക്കൻസി റേറ്റ്. ഓക്കെ, അതിനു മുമ്പ് ഇവിടെയൊക്കെ നോക്ക്, ഇവിടെ ഒക്കെ അങ്ങനെയായിരുന്നു. ഈ സമയത്താണ് കൂടി. 2016 മുതൽ 2022 വരെ ഹൈ ആയിരുന്നു. പിന്നെ അതിന് ശേഷം 2 താഴെയുണ്ട്. മെൽബൺ ആ കോവിഡ് സമയത്ത് മാത്രമാണ് മേലേക്ക് കയറിപ്പോയത്. അല്ലെങ്കിൽ ഇതിവിടെ 1.2നും ഏകദേശം 2നും അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, ബ്രിസ്ബെയിൻ 1% വേക്കൻസി റേറ്റ് കുറവാണ്. ഇതൊക്കെ കുറവാട്ടാ, 3% താഴെയൊക്കെ കുറവ് തന്നെയാണ്. പെർത്ത് നോക്ക്, നോട്ട് ഈവൻ 1%. ഓക്കെ, 0.8% ഉള്ളൂ. അതേസമയം ഇത് നോക്കുക, ഈ 2013 മുതൽ 2020 എത്രയാണ് ഇവരുടെ നോക്ക് വേക്കൻസി റേറ്റ് ഈ സമയത്തൊക്കെ കണ്ട. ഇത് ഡാർവിൻ. ഇതൊക്കെ ആ സമയത്താണ് ഓയിൽ പ്രൈസസിന്റെ ഇതൊക്കെ വന്നതും മൈനിങ് എന്താ പറയാ, റിസോഴ്സസിന്റെ ബൂം അവസാനിച്ചത്. അങ്ങനെയാണ് ഇവിടെ കുറെ ആൾക്കാർ ജോലി വിട്ടുപോയതും ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടെ ഇത്രയും വേക്കൻസി റേറ്റ് ഒന്നും വീട് വില കുറഞ്ഞതും. ഡാർവിനിലും സെയിം തന്നെ. ഡാർവിനിൽ ഇപ്പോൾ നോട്ട് ഈവൻ 0.5%, 0.25 ഉള്ളൂ ഡാർവിൻ. അതുകൊണ്ടാണ് അവിടെ വില കൂടുന്നത്. ഓക്കെ, ഇനി ചെറുതായിട്ട് ഹിസ്റ്ററി, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹിസ്റ്ററി എന്ന് വെച്ചാൽ കണ്ട, ഇത്രയും തവണ ഇത് കഴിഞ്ഞ 55 കൊല്ലത്തെ ഇതുണ്ട്. ഇത്രയും തവണ മേലേക്ക് കയറിപ്പോയിട്ട് ഒരു 12 തവണയാണ് താഴേക്ക് പോയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ താഴേക്ക് പോയിട്ട് ഏറ്റവും കൂടുതൽ താഴേക്ക് പോയിരിക്കുന്നത് 10% ആണ് ഇവിടെ. ഈ 1982 കുറഞ്ഞത്. അന്ന് ക്യാഷ് റേറ്റ് 21% എന്ന് വെച്ചാൽ പലിശ. പിന്നെ ഏറ്റവും വലിയ ഉണ്ടാക്കുന്നത് 2022 ഒരു 3 കൊല്ലം മുമ്പായിരുന്നു ഏറ്റവും വലിയ ഡിപ്പ് ഉണ്ടായിരിക്കുന്നത്. അന്ന് 10% താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് കഴിഞ്ഞു, ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ്, CGT നോക്ക്. CGT 50% ഡിസ്കൗണ്ട് പ്ലസ് GST അവർ ആ സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1999 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ RB കട്ട്, RB ലാൻഡ് സോഫ്റ്റിംഗ് ഹോക്ക്, സെക്കൻഡ് ഓയിൽ ക്രൈസിസ്. ഓക്കെ, ഇറാനി ഇതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയണേ. കോവിഡ് സമയത്ത് അവർ താഴേക്ക് പോയി. അതിനുശേഷം പിന്നെ വീണ്ടും പ്രൈസ് കൂടി വന്നു. സോ ഓൾവേസ് ദർ ഈസ് സംതിങ്. ഓയിൽ ഷോക്ക്, ക്രെഡിറ്റ് റാഷനിങ്, ഡീറെഗുലേഷൻ ഉണ്ടായി, റിക്കവറി, ഏഷ്യൻ ഫൈനാൻസ് ക്രൈസിസ്, CGT ഫ്യൂൽ ബൂം, GFC പീക്ക്, GFC, അപ്രാന്റെ ബാങ്കിങ് റോയൽ കമ്മീഷൻ. ഇത് ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. അവർ ലോൺ കൊടുക്കാണ്ട് കുറെ നാള് ചെയ്തു. 1970 മെൽബണിന്റെ പ്രൈസ് $12,000 ആയിരുന്നു. സിഡ്നിക്ക് $18,000, പെർത്ത് $17,000 ആയിരുന്നു. 1980 ആകുമ്പോൾ ഏകദേശം $40,000. മെൽബൺ, സിഡ്നി 68,000, പെർത്ത് 40,000, ബ്രിസ്ബെയിൻ 35,000, അഡലേഡ് 36,000. പിന്നെ ഇങ്ങനെ കയറി വന്നു.
2010 നോക്കിയൊക്കെ 2010 മെൽബൺ കൾ ഓവർടേക്ക് ചെയ്ത് പോയി പെർത്ത്. പിന്നെ പെർത്ത് കുറേ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് 2013 2014 വരെ ഭയങ്കര പ്രൈസ് ആയിട്ട് കയറിപ്പോയി. ഓക്കെ, അതിനുശേഷം പിന്നെ ഡെഡായി കിടന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ നോക്കിയേ 2020 ആയപ്പോഴേക്കും 733,000 ആയി മെൽബൺ. ഇവര് നോക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് താഴേക്ക് പോയത് 570 494 ആയി. കുറേ പ്രൈസ് കയറി കഴിഞ്ഞാൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ആ സമയത്ത് അവിടെ മൈനിങ് റിസോഴ്സസിന്റെ ഇഷ്യൂസും ഒക്കെ വന്നു. അതിനുശേഷം പിന്നെ കുറേ നാളങ്ങനെ വെറുതെ എടുക്കൂല. അങ്ങനെ കുറച്ചാളൊക്കെ എടുത്താൽ 494 സാധനം പിന്നെ അതേ സ്പീഡിൽ കയറി വന്നു. ഓക്കെ, ഇത് ഒരു ഞാൻ എപ്പോഴും പറയുന്നത് ഒരു വലിയൊരു ബക്കറ്റിലുള്ള ഇവിടെ ചൂടുള്ള ഒഴിച്ച് ഇവിടെ തണുത്തുള്ള ഒഴിച്ചാലും സംഭവിക്കും. അതുമാതിരിയാണ് ഈ ഓസ്ട്രേലിയ മാർക്കറ്റ് ഒറ്റ ബക്കറ്റാണ്. അതെല്ലാം കൂടി അവസാനം ഒരേ പ്രൈസ് തന്നെയാവും. ഗ്രാഫ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഗ്രാഫ് ഉണ്ടായിരുന്നു, ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഒരു ലൈനിലാണ് ഇതൊക്കെ പോണത്. അതിന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ടോപ്പിക് ഇട്ട് പോകുന്നില്ല, ഹെഡ്ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എപ്പോഴും. ഓക്കെ, ഓസ്ട്രേലിയൻ ഹൗസിംഗ് പ്രൈസസ് ഫോളിംഗ്. ഇത് 2017 2019 അപ്രാൻഡ് ചേഞ്ച് വന്നുള്ള സമയത്തുള്ള ഹെഡിങ് ആണ്. ഗാർഡിയൻ റിപ്പോർട്ട് 2018 മാർക്ക് ദ വേഴ്സ്റ്റ് നാഷണൽ downturn since 2008, with Sydney dropping 8.9% and Melbourne dropping 7%. ഓക്കെ, ആ ഹെഡിങ് ആയിട്ടുള്ള ആൾക്കാർ പഠിച്ചു. മാർച്ച് 2019 വേറൊരു ഓസ്ട്രേലിയസ് 133 billion property price slide rapidly, becoming the worst in modern history. അത് 2019. അതിന്റെ എന്ത് സംഭവിച്ചു? വില കൂടിയല്ലേ ഉണ്ടായിരുന്നു. Australia to see world's worst 2019 house price fall. Okay, Australia to see world's worst 2019. നമ്മൾ വേൾഡും വേഴ്സ്റ്റും വന്നു, വേൾഡ് ഒക്കെ വന്നു. അപ്പൊ ലോക പരാജയമായിരിക്കും. പക്ഷെ അത് പറഞ്ഞത് 2019 പറഞ്ഞത്. ഹെഡിങ് ഒക്കെ വായിച്ചു നോക്കുമ്പോഴേ നമ്മൾ സൂക്ഷിച്ച് വായിച്ചു നോക്കണം. Australia to see world's worst 2019 house fall price. ഓക്കെ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്ക് കേട്ടിട്ട് നമ്മളെ ആക്ഷൻ എടുക്കില്ല. നമ്മളെ അറിയുന്ന ഒരാള്, ഓക്കെ, നമ്മുടെ ക്ലയന്റ് അല്ല, അറിയുന്ന ഒരാള് അയാളുടെ വീട് വിറ്റു. ഈ സമയത്ത് ആള് വീട് വിറ്റു. എന്നിട്ട് ആൾക്ക് മേടിക്കാൻ പറ്റാണ്ട് അതൊക്കെ അതായിട്ട് ഭയങ്കര സ്പീഡിൽ കയറിപ്പോയില്ലോ. എന്നിട്ട് ആൾക്ക് എന്നും പറയും ഇപ്പൊ വീഴും. അവിടെ ഗ്രീസിൽ അവിടെ പ്രശ്നം വന്നിട്ടുണ്ട്, ഇവിടെ പ്രശ്നം വന്നിട്ടുണ്ട്, ഇപ്പൊ പൊട്ടുന്നു. കാരണം ഒരിക്കൽ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഓട്ടോ ഫീഡ് തന്നെ അങ്ങനെയാണ്, എല്ലാം നെഗറ്റീവ് കാണിച്ചു തരുള്ളൂ. അപ്പൊ ആള് വിചാരിക്കുന്നത് ഇപ്പൊ കുറെ ഇപ്പൊ ഇടിയെന്ന് പറയുന്നത്. പക്ഷെ ആള് വിറ്റ വീട് 480,000 വീട് വിറ്റ വീട് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഏകദേശം 800-900,000 ആയി. അപ്പോൾ കൊറോണ സമയത്ത് ഓക്കെ, ഹൗസ് പ്രൈസസ് ടു പ്ലംബറ്റ് ബൈ 20%. കോമൺവെൽത്ത് ബാങ്ക് ടിപ്സ് 11% പ്രോപ്പർട്ടി പ്രൈസ് ഫാൾസ് അപ് ടു 32% ഇൻ എ പ്രൊലോങ് ഡൗൺ ടേൺ. അതായത് ഇമീഡിയറ്റ്ലി 15%, 32% പ്രൊലോങ് ഡൗൺ ടേൺ എന്നൊക്കെയാണ് CBI പറയണത്. അപ്പൊ CBI നമ്മൾ ഭയങ്കര വിശ്വസ്ത സ്ഥാപനമല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ പൊട്ടും, അതുകൊണ്ട് നമുക്ക് വീട് വിൽക്കാം, എന്നിട്ട് കുറച്ച് മേടിക്കാൻ വിചാരിക്കും. പക്ഷേ വീട് വിൽക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ ഗ്രാഫ് മുഴുവൻ കാണിച്ചോ, ഈ ഗ്രാഫ് മുഴുവൻ നോക്കിക്കോ. ഇതില് 2.3, 1.6, 1.9, ഇവിടെ 5.4. ഇവിടെ മാത്രം, ഇവിടെ ഈ 2 വർഷം മാത്രം 10%, 6.8 7.8. യൂറോ ഡെറ്റ്, ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ വരെ 7.4% ഉള്ളൂ. വെറുതെ ആൾക്ക് 32% എന്നൊക്കെ പറഞ്ഞെ. അപ്പോൾ അതാണ് ഹിസ്റ്ററി. ഓക്കെ,